പെൻഷൻ ആനുകൂല്യം തടഞ്ഞതിനെതിരെ സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് സമർപ്പിച്ച ഹർജിയിൽ സർക്കാരിന് തിരിച്ചടി. മുഴുവൻ ആനുകൂല്യങ്ങളും സിസ തോമസിന് 2 ആഴ്ചക്കകം നൽകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വിനയ രാജ് ചേരുന്നു. പെൻഷൻ ആനുകൂല്യം തടഞ്ഞതിനെതിരെ സാങ്കേതിക സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജിയിലാണ് സർക്കാരിന് തിരിച്ചടിയാവുന്ന രീതിയിലുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. സിസ തോമസിന് നൽകാനുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും 2 ആഴ്ചക്കകം നൽകാനാണല്ലോ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വിനയരാജ്, ഇതിൽ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണോ അങ്ങനെ നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നത്? MS 2 വർഷമായി സിസ തോമസ് വിരമിച്ചിട്ട് ഇതുവരെയും സിസ തോമസിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സിസ തോമസിന് ആനുകൂല്യങ്ങളൊന്നും തന്നെ നൽകാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. 2 ആഴ്ചക്കകം മുഴുവൻ ആനുകൂല്യങ്ങളും നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നത് ശരിയല്ല. ഈ 2 വർഷത്തോളം കാലം എന്താണ് സർക്കാർ ഒരു അന്വേഷണം നടത്തിയത് എന്നതടക്കമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജീവനക്കാരുടെ ബാധ്യത ഉൾപ്പെടെയുള്ളവർ അവർ വിരമിക്കുന്നതിന് മുൻപ് തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2 വർഷക്കാലമായി എന്ത് അന്വേഷണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടന്നത് എന്നതുൾപ്പെടെ വ്യക്തമാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 3 തവണയും ഈ കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. 2023 മാർച്ചിലാണ് സിസ തോമസ് വിരമിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 2 വർഷക്കാലത്തോളം ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും ഹൈക്കോടതി വിമർശിക്കുന്നുണ്ട്. 33 വർഷത്തെ സർവീസ് ജീവിതത്തിനു ശേഷമായിരുന്നു സിസ തോമസ് 2023 മാർച്ചിൽ വിരമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചിട്ടും സിസ തോമസിന് ആവശ്യമായിട്ടുള്ള പെൻഷൻ ആനുകൂല്യങ്ങളും മറ്റ് വിരമിക്കൽ ആനുകൂല്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടുണ്ടായിരുന്നില്ല. സർക്കാർ അതെല്ലാം തന്നെ തടഞ്ഞു വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ കാരണമായി സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നത് സിസ തോമസ് അച്ചടക്ക നടപടി നേരിടുന്നുണ്ട് എന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ അടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കുന്നതിന്റെ തലേ ദിവസമായിരുന്നു സിസ തോമസിന് കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ നടപടിക്കെതിരെയായിരുന്നു സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് കേസ് പരിഗണിച്ച ഹൈക്കോടതി ഈ കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. എന്നാൽ സുപ്രീം കോടതി കേസ് ഫയലിൽ പോലും സ്വീകരിക്കാത്ത ഒരു നടപടിയായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയിൽ വീണ്ടും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സിസ തോമസിന് ആനുകൂല്യങ്ങൾ നൽകാത്തതെന്നായിരുന്നു സർക്കാർ ഹൈക്കോടതി അടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. നേരത്തെ ഈ സർക്കാരിന്റെ പട്ടിക മറികടന്ന മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ആയിരുന്നു സിസ തോമസിനെ VC ആയി നിയമിച്ചിട്ടുണ്ടായിരുന്നത്. ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് മാതൃസ്ഥാപനത്തിലെയും വകുപ്പിനെയും സിസ തോമസ് അറിയിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ ഇത്രയും കാലം ഏകദേശം 2 വർഷം സർവീസിൽ നിന്ന് 2023 വിരമിക്കുന്നു. ഈ 2 വർഷത്തോളം കാലം ആനുകൂല്യങ്ങളോ പെൻഷനോ മറ്റുമോ നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കാരണങ്ങളടക്കം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ ഈ ആനുകൂല്യങ്ങളൊന്നും തന്നെ നൽകാതിരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ചക്കകം തന്നെ ഈ വിരമിക്കൽ ആനുകൂല്യങ്ങളും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ സിസ തോമസിന് പെൻഷൻ അടക്കം വിരമിച്ച ശേഷമുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ജോൺസൺ ജോൺ എന്നിവരുടെ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. സിസ തോമസ് വിരമിച്ച് 2 വർഷം ആയിട്ടും ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ച സർക്കാർ നടപടിയെ ഹൈക്കോടതി നേരത്തെ തന്നെ വിമർശിച്ചിരുന്നു കഠിനമായ ഭാഷയിൽ. ആ വിമർശനത്തിന് പിന്നാലെയാണ് ആനുകൂല്യങ്ങൾ നൽകുക 2 ആഴ്ചക്കകം എന്നുള്ള വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ സിസ തോമസ് വിരമിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും
ഗ്രാറ്റുവിറ്റിയോ വിരമിക്കൽ ആനുകൂല്യങ്ങളോ ഒന്നും നൽകാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് അറിയിക്കാനായിട്ട് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശം നൽകിയിരുന്നു. സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും വിരമിക്കുന്നതിന് മുൻപേയുള്ള ബാധ്യതകൾ സംബന്ധിച്ച് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നും ഒക്കെയാണ് സർക്കാർ ഇതിന് മറുപടിയായിട്ട് വ്യക്തമാക്കിയിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ വിരമിക്കുന്നതിന് മുൻപേ തീർക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം അന്ന് കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. സിസ തോമസ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കേസുമായിട്ട് തനിക്ക് കിട്ടാനുള്ള അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പുറകെ നടക്കുകയായിരുന്നു. ആ കാര്യം നിങ്ങൾ ഓർത്തില്ലേ എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. വിരമിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്ന സർക്കാർ നടപടി അതൊരു പ്രതികാര നടപടിയാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിനുള്ള തിരിച്ചടി കൂടിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എന്നുള്ള രീതിയിൽ ഈ വാർത്തയെ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇത്രയും കാലം സർക്കാരിനെ സേവിച്ച വ്യക്തികളോട് ഈ രീതിയിലാണോ പെരുമാറേണ്ടത് എന്നാണ് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്ന ഒരു ചോദ്യം. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള തുകയല്ലേ അവരുടെ പെൻഷനും മറ്റും, അത്തരം പെരുമാറ്റങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ എന്നൊക്കെ കോടതി അന്ന് സർക്കാരിനോട് ആരാഞ്ഞിരുന്നു. 2023 മാർച്ച് 31 സിസ തോമസ് വിരമിച്ചത്. ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച സാഹചര്യത്തിൽ അത് അനുവദിച്ചു കിട്ടാൻ സിസ തോമസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധിയും ഈ വാർത്തയും.